ഹായ്, നമ്മളൊരു മൂവി റിവ്യൂ ആണ് ചെയ്യുന്നത്. അനീഷ് പള്ളിയിൽ എഴുതി മനു വാര്യർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായക വേഷത്തിൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് മെയിൻ റോളിൽ വന്ന കുരുതി എന്ന് പറയുന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുകയാണ്. ആ സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു വിഷയമാണ്. മതങ്ങൾ തമ്മിലുള്ള അകൽച്ച, മതങ്ങൾ തമ്മിലുള്ള ഭിന്നത, മതങ്ങൾ തമ്മിൽ വളർത്താൻ ശ്രമിക്കുന്ന സ്പർദ്ധ, അത് ഒരു സമൂഹത്തിനെയും ഒന്നായി ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു, അതെല്ലാം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വളരെ കെട്ടുറപ്പുള്ളൊരു കഥയും അതിന് ഒത്ത രീതിയിലുള്ള സംവിധാനം, എല്ലാത്തിനുപരിയായിട്ട് അതിനോരോരുത്തരും ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടേഴ്സിൻ്റെ പ്രകടനവും, ഇതെല്ലാം കൊണ്ടും കുരുതി എന്ന് പറയുന്നത് മാലിക്കിന് ശേഷം ഇനി നമ്മളെല്ലാവരും ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവം തന്നെ ആയിരിക്കും ഇനിയുള്ള അടുത്ത ദിവസങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിനിമയിൽ പറയുമ്പോൾ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഒരു നടനാണെന്നാണ് ഏറ്റവും കൂടുതൽ നമ്മളോട് എപ്പോഴും പറയാറുള്ളത്. അയ്യപ്പനും കോശികളിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജ് ഒരു മുഴുവൻ സമയ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോകുന്നതിനകത്തും യാതൊരു മടുപ്പും കൂടാതെ അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ പറയാറുള്ളത് പോലെ സിനിമയിൽ അഭിനയിക്കുന്ന നടൻ എന്നതാണ് പ്രധാനം എന്നുള്ളത് അദ്ദേഹം ഈ പടത്തിൽ ഒന്നുകൂടെ വളരെയധികം വ്യക്തമായി കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും ഈ ഒരു കുരുതി എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റോഷൻ എനിക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പുതുമുഖ നായകന്മാരിൽ ഏറ്റവും കാലിബറുള്ള ഒരു നടനാണ് സീസൂണൊക്കെ പോലുള്ള വളരെ നല്ല സിനിമകളിലൂടെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെക്കുന്ന ആ ഒരു റോഷൻ്റെ ഒരു വളരെ വ്യത്യസ്തമായൊരു സിനിമ തന്നെയാണിത്. നമുക്ക് റോഷൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, വളരെ പ്രതിഭയുള്ള റോഷൻ്റെ മറ്റൊരു സിനിമ എന്ന് പറയാം. പിന്നീടുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും മുരളി ഗോപി, ഷൈൻ ടോം ചാക്കോ, അതുപോലെ നമ്മുടെ അതിനകത്തുള്ള ഓരോരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് പറയാൻ പറ്റുന്നില്ല, എല്ലാവരും അതിഗംഭീര പെർഫോമൻസാണ്. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും മികച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാമുക്കോയാണ്. മാമുക്കോയുടെ ഇതിനകത്തുള്ള ഓരോ ഡയലോഗുകളും ഇനിയുള്ള ദിവസങ്ങളിൽ ടിക്ടോക്കിലും അതല്ലാതെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇനി വൈറലാവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു റോള് തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലെ മൂസാക്ക തഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര തഗ്ഗായിട്ടുള്ള മൂസാക്കയുടെ റോള്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ എല്ലാം അവസാനം അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് ഈ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു ഡയലോഗ്, മനുഷ്യൻ്റെ ആദിപാപം എന്ന് പറയുന്നത് വിലക്കപ്പെട്ട കനി കഴിച്ചതല്ല, കാബീൽ സ്വന്തം സഹോദരനെ കൊല്ലുമ്പോൾ അതാണ് ആദ്യത്തെ ആദിപാപം എന്ന് പറയുന്നത്. ആ കാബീലിൻ്റെ ചോരയാണ് നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുള്ളത്. മറ്റൊരാളെ വെറുക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നത്, അതായത് ആദ്യത്തെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമുള്ളതിനേക്കാൾ കൂടുതൽ ആരാണ് വെറുക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കുന്നത്. പട്ടിണി കിടന്ന് ദുരിതത്തിലാണെങ്കിലും മറ്റൊരാളെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത, ഈ ഒരു രീതിയിലുള്ള ആ ഒരു സംഭാഷണം, ഒന്നും പറയാനില്ല. അതാണ് സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയവും. സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരു പോലീസുകാരനും അദ്ദേഹം കൊണ്ടുവരുന്നൊരു കൊലപാതക കുറ്റം ആരോപിക്കുന്നൊരു ആളുമാണ്. അവരെ ഈ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ച് അടുത്ത പോലീസ് സംഘാംഗങ്ങൾ വരുന്നത് വരെയുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ അവർ ആക്രമിക്കപ്പെടുന്നതും അവിടെ നിന്ന് അവർ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് സിനിമ ചോദ്യം. ഒരു ത്രില്ലർ മോഡലുള്ള പടമാണെങ്കിൽ കൂടെ അതിനെല്ലാം ഉപരിയായിട്ട് സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൈന്ദവ മുസ്ലിം വർഗീയതകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങൾ, ഓരോരുത്തരുടെയും ജീവിതങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്ത് നമ്മൾ എത്ര വെറുപ്പില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്ന ഒരു നല്ലൊരു ട്രിഗർ കിട്ടിയാൽ ഉണർന്നെഴുന്നേൽക്കുന്ന ആ വെറുപ്പിൻ്റെ രൂപം ഈ സിനിമ വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ രീതിയിലുള്ള ആ ഒരു ത്രെഡ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു സിനിമ വരണം എന്ന്. കാര്യം ഇങ്ങനൊരു സിനിമ കണ്ടതുകൊണ്ട് ഇങ്ങനെ വെറുപ്പ് നമ്മൾ ഓരോരുത്തരുടെ ഇടയിൽ ഇത്തരം വെറുപ്പായിട്ട് ജീവിക്കുന്ന ആളുകൾ, അത് കൂടുതൽ അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള വെറുപ്പുള്ള ആളുകൾക്ക് ഒരു പുനർചിന്തനത്തിന് ഈ ഒരു സിനിമ കാരണമാവും എന്നുള്ളത് സംശയമാണെന്ന് തന്നെ ഞാൻ പറയുന്ന കാര്യം. അവരുടെ ഉള്ളിലുള്ളത് അത്രയും തീവ്രമായതായിരിക്കും. അതും പറയുന്നത്, മനുഷ്യൻ മരിച്ചാലും മനുഷ്യൻ്റെ ഉള്ളിൽ വെറുപ്പ് അത് ജീവിക്കും, അത് മറ്റുള്ളവരിലൂടെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്.
അതാണ് സംഭവിക്കുന്നത്. ചരിത്രങ്ങളെ പറഞ്ഞിട്ടും ഷാജഹാൻ ചെയ്ത് ക്രൂരത എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും ഇപ്പം അതിൻ്റെ പേരിൽ നമ്മളെ ഷാജഹാനെ പോലും കാണാത്ത, അല്ലെങ്കിൽ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒന്നും അറിയാത്ത നമ്മൾ അതിൻ്റെ പിന്മുറക്കാരോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ള മതക്കാരോട് കാണിക്കുന്നത്, ഇതെല്ലാം വളരെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഈ ഒരു തീം തന്നെ നമ്മൾ ഇന്ന് റിവ്യൂവിൽ മെയിനായിട്ട് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ലാസ്റ്റ് ഒരു അതിനകത്തുള്ള കഥാപാത്രം ചോദിക്കുന്നുണ്ട്, നമ്മളെന്തെങ്കിലും പഴയതുപോലെ ആകുമോ എന്ന്. അപ്പോൾ മാമുക്കോയ പറയുന്നുണ്ട്, ഇല്ല, നിങ്ങളെത്ര ഈ കൂരയ്ക്കുള്ളിൽ എത്ര കൂട്ടിപ്പിടിച്ചിരിക്കാൻ ശ്രമിച്ചാലും ഈ പാലത്തിനപ്പുറത്ത് ഈ വെറുപ്പിൻ്റെ കഥ തുടരുക തന്നെ ചെയ്യുന്നു. അത് തന്നെയാണ് സത്യം. അത് തുടരാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു സോ മച്ച്.